മുൻ എംപിയും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവുമായ പ്രൊഫസർ എം ജോസഫ് പൊതുപ്രവർത്തകർക്ക് മാതൃകയായെന്ന് ഫ്രാൻസിസ് ജോർജ് എംപി. പ്രൊഫസർ എം ജോസഫിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഏറ്റുമാനൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംപി. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നെന്നും മാതൃകാധ്യാപകൻ, ഉജ്ജ്വല വാഗ്മി എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നുവെന്നും ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു. ഒരുപക്ഷെ പല കാര്യങ്ങളും അവരെ പോലെയൊക്കെ വായിക്കാനും പഠിക്കാനും കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവ്, അത് മനസ്സിലാക്കാനും അത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തന രംഗത്തൊക്കെ പ്രയോജനപ്പെടുത്താനും നമുക്ക് തീർച്ചയായും കഴിയണം. ശ്രീ ജെയിംസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചതുകൊണ്ട് നന്നായി. പലപ്പോഴും പഴയ ആളുകളൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരെയൊന്നും പലരും ഓർക്കാറില്ല. അവരൊക്കെ ചെയ്ത സേവനങ്ങൾ എല്ലാവരും വിസ്മരിക്കുകയാണ് പതിവ്. അതിൽ നിന്ന് വിപരീതമായി ദീർഘകാലം കഴിഞ്ഞിട്ടാണെങ്കിലും 30-35 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എം ജോസ് സാറിനെ പോലെ ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു വ്യക്തിത്വത്തെ ഓർക്കാനും സ്മരിക്കാനും ഒക്കെ കാണിച്ച താല്പര്യം അത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സംഭാവനകൾ ഒരു കാരണവശാലും വിസ്മരിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വന്നാണ് കേരള കോൺഗ്രസിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ പിതാവൊക്കെ അങ്ങനെയായിരുന്നു. ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് നേതാവ് KP ദേവസ്യ അനുസ്മരണ പ്രഭാഷണവും ഏറ്റുമാനൂർ പൗരസമിതി സെക്രട്ടറിയും കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവുമായ ജെയിംസ് കുര്യൻ ആമുഖ പ്രസംഗവും നടത്തി. മൺമറഞ്ഞുപോയ എം ജോസഫ് സാറ്, ഞാൻ ഓർക്കുന്നത് ഈ എം ജോസഫ് സാറിൻ്റെ നിര്യാണത്തിന് ശവസംസ്കാരത്തിന് ശേഷം ഐക്യരച്ചറ പള്ളിയിലെ അന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാസംഗികരിൽ ഒരാളായ പ്രൊഫസർ ലൂക്കോസ്, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ കോളേജ് രാഷ്ട്രീയവും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടക്കുന്നവർ സാധാരണ രീതിയിൽ കട്ട് ചെയ്യുന്ന ക്ലാസ്സാണ് 7ാം ക്ലാസ്സാണ്, ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ അന്ന് ലൂക്കോസ് സാറിൻ്റെ ക്ലാസ്സിൽ കയറുമായിരുന്നു. കാരണം വെച്ചാൽ അതിനൊരു പ്രത്യേക ആകർഷണീയതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു സമാനമായ കാര്യങ്ങൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയമൊക്കെ ആയിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ, വിദ്യാസംഘടനാ നേതാക്കളൊക്കെ SP കോളേജിൽ എം ജോസഫ് സാറിൻ്റെ ക്ലാസ് ഉപേക്ഷിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഭാഷാ നൈപുണ്യമുള്ള ആകർഷണീയമായ രീതിയിൽ സംസാരിക്കുന്ന എം ജോസഫ് സാർ. ഏറ്റുമാനൂർ പൗരസമിതി പ്രസിഡന്റ് UN തമ്പി, അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോസ് അമ്പലക്കുളം, ആർപ്പൂക്കര പഞ്ചായത്ത് മെമ്പർ മാത്യു പടപ്പൻ, ആർപ്പൂക്കര പഞ്ചായത്ത് മുൻ മെമ്പർ ലൂക്കോസ് ഫിലിപ്പ് തയ്യിൽ, മാധ്യമപ്രവർത്തകൻ രാജു കുടിലിൽ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മാത്യു തേക്കുനിൽക്കുംപറമ്പിൽ, ജോണി തോട്ടപ്പള്ളിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AK ജോസഫ്, അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ്, ടോമി തുരുത്തുമാലി, PV വർക്കി, CJ മാത്യു ചാമക്കാല, ഷാജു കരിവേലിൽ, പ്രൊഫസർ M ജോസഫിന്റെ മക്കളായ സിസ്റ്റർ കൃപ CMC, ലീലാമ്മ ജോസ് പേമലയിൽ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.